പക്ഷേ CPM നഷ്ടപ്പെട്ട സമ്പൽ സമൃദ്ധി എങ്ങനെ തിരിച്ചുപിടിക്കാനാണ്? ഞങ്ങൾക്കൊരു സമ്പൽ സമൃദ്ധി നഷ്ടപ്പെട്ടില്ല. ഇത്ര വലിയൊരു പരാജയമുണ്ടാവും, അത് വിജയം ഉണ്ടാവും. പരാജയത്തിൻ്റെ ഒരു അടുത്ത ഘട്ടമാണ് വിജയം. വിജയത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും പരാജയം ഉണ്ടാവും. ഈ പരാജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരിശോധിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആകെ പറഞ്ഞത് നരേന്ദ്രമോദിക്കെതിരായിട്ടാണല്ലോ. പാർലമെൻ്ററി സംവിധാനത്തെയും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഫെഡറൽ സംവിധാനത്തെയും എല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ പച്ചയായിട്ട് ആ നിലപാട് സ്വീകരിക്കും. ഹിന്ദുത്വ അജണ്ടയാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്. ഭരണഘടനാ ഭേദഗതി വരുത്തും. മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ നടത്തിയ ശ്രമത്തെ പ്രതിരോധിക്കുക എന്ന മുദ്രാവാക്യമാണ് കേരളത്തിലായാലും ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ചത്. ആ മുദ്രാവാക്യത്തിൽ നല്ല നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. BJPക്ക് 370 മുതൽ 430 വരെ സീറ്റ് കിട്ടും എന്ന് നിങ്ങളെപ്പോലുള്ള മാധ്യമ ശൃംഖലകളും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സർവേ സംവിധാനങ്ങളും ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അബദ്ധം മനസ്സിലായല്ലോ. ഒന്ന് വന്ന അവസാനം കിട്ടിയത് BJPക്ക് സ്വന്തമായിട്ട് ഗവൺമെൻറ് രൂപീകരിക്കാൻ ഭൂരിപക്ഷമില്ല. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിന് അവർ ഉയർത്തിയ ഈ കാര്യങ്ങളൊന്നും നിർവഹിക്കാനാവാത്ത തരത്തിൽ പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതാണ് പൊതുവെയുള്ളൊരു ചിത്രം. അതുകൊണ്ട് ആ ചിത്രം നല്ലപോലെ ഇവിടെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാം നല്ല ജീവൻ നൽകുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട. അതുകൊണ്ട് എന്തോ പ്രതിസന്ധിയിലാണ് എന്നുള്ള തിരിച്ചറിയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടിയില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇനി അടുത്ത ചോദ്യം ചോദിച്ചോ. കേരളത്തിൽ BJP രണ്ടാം സ്ഥാനത്ത് പോലും വരികയില്ല എന്ന് മാഷ് നേരത്തെ അതിന് യാതൊരു സംശയമില്ല. ഞങ്ങൾ കണ്ടത് എന്താ, കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസ് പിടിക്കുന്നല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കാണേണ്ടത്? എന്താ സംഭവിച്ചത്? തൃശ്ശൂർ 86,000 വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. 74,000 വോട്ടിനാണ് ജയിച്ചത്. ആരാ വോട്ടായിരുന്നു? ഞങ്ങൾക്ക് അവിടെ വോട്ട് കൂടിയിട്ടുണ്ട്. 6,000-ലധികം വോട്ട് കൂടിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 6,000 വോട്ട് കൂടുകയും UDFന്റെ ഭാഗമായിട്ട് മത്സരിച്ച കോൺഗ്രസിന് 86,000 വോട്ട് കുറയുകയും 74,000 വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തിരിക്കുന്നു. കണക്കൂട്ടിയാൽ മതി. ഇനി ബാക്കി കേക്ക് ഇനി നിങ്ങളിത് ഞാൻ ഈ പറഞ്ഞത് അങ്ങോട്ട് വീണ്ടാങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ മേലെ അങ്ങനെ അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കണ്ട. കണക്കൂട്ടി നോക്കും. ഞാൻ ഈ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് ആരെ വോട്ടാണ് BJPയെ ജയിപ്പിച്ചത്? നിയമത്തെ അതേ സിസ്റ്റം. അതുകൊണ്ട് ഞാൻ കണക്ക് കൂട്ടിയത് ഞങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. BJP ജയിക്കില്ല. പക്ഷേ BJPയെ കോൺഗ്രസ് ജയിപ്പിച്ചിരിക്കുന്നു. കോൺഗ്രസ് പാലം പിരിച്ചിരിക്കുന്നു. അവർ ജയിപ്പിച്ചിരിക്കുന്നു. അതാ ഉണ്ടായ സംഭവം. അതിന് കൃത്യമായ കണക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്. മൊത്തത്തിൽ പരാജയമാണ് ഇവിടെ കേരളത്തിൽ. അത് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, പരാജയമാണ്. ആ പരാജയം സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും തിരുത്തലും ഞങ്ങൾ വരുത്തും. അതിനുള്ള ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല. അത് തിരുത്തി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഒരേ സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ജോയി ഇവിടെ നിൽക്കുന്നുണ്ട്. ജോയിക്ക് 618 വോട്ടിനാണ് തോറ്റത്. അപ്പോൾ അത് ജയിച്ച തോൽവിയാണ്. അങ്ങനെ ഉണ്ടല്ലോ ഒരു തോൽവി. ഇവർ ജയിച്ച തോൽവിയാണ്. അതുകൊണ്ട് അതെൻ്റെ തോറ്റ കൂട്ടത്തിൽ കൂട്ടേണ്ടിയില്ല. ചില നല്ലതുപോലെ ജയിച്ച് മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്ന മണ്ഡലങ്ങളിൽ ഞങ്ങൾ ചെറിയ വോട്ടിനൊക്കെ തോറ്റിട്ടുണ്ട്. നല്ലപോലെ തോറ്റ മണ്ഡലങ്ങളുമുണ്ട്. എല്ലാം നമ്മൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോഴേക്ക് ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അസംബ്ലിയിലേക്ക് വരുമ്പോഴേക്ക് അപ്പോഴും ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റിയൊന്നും അവർക്ക് വ്യാമോഹമൊന്നും ഉണ്ടാവേണ്ടിയില്ല. അതൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ച് വരാൻ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അടിസ്ഥാനപരമായ വോട്ട് നഷ്ടപ്പെട്ടില്ല. കോൺഗ്രസിനാണ് UDFനാണ് 5%-ലധികം വോട്ട് നഷ്ടപ്പെട്ടത്. 47% എഴുതിക്കോ. 47% വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 2019 കിട്ടിയത്. 47. ഇപ്രാവശ്യം എത്രയാ? 42. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 36% വോട്ടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 1% വോട്ടിൻ്റെ കുറവോടെ 35% വോട്ട് ഞങ്ങൾക്ക് കിട്ടി. അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. അല്ലാണ്ട് എല്ലാം എന്തോ ആയിപ്പോയി എന്നുള്ളൊരു തെറ്റിദ്ധാരണയും വേണ്ട. UDFന്റെ 5% വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 1% വോട്ട് കുറഞ്ഞു. കണക്കൂട്ടി നോക്കുക. ആരതാ കുറഞ്ഞത്? പാർട്ടിയാണ്. അതിനനുസരിച്ചുള്ള പ്രചരണ പരിപാടികൾ സംസ്ഥാനത്തുടനീളം നടത്തുകയും ചെയ്തു. മാഷ് തന്നെ പറഞ്ഞൊരു നിയോജക മണ്ഡലത്തിൽ 4,000 കുടുംബയോഗങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ടും 1% വോട്ട് കുറയുകയാണ് ചെയ്തത്. അല്ല, 1% വോട്ടല്ലേ കുറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യമാണ് ആലോചിക്കേണ്ടത്. ഇതൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾക്കെതിരായിട്ട് ഈ നിങ്ങളെല്ലാം മാധ്യമങ്ങളാകെ
ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർത്തേ അടങ്ങുമെന്ന വാശിയോടുകൂടി നിങ്ങൾ നടത്തിയ എല്ലാ പ്രവർത്തനം ഉണ്ടായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അവരുടെ ഘടകകക്ഷിയായിട്ട് പ്രവർത്തിച്ചിട്ടും ഞങ്ങൾക്ക് ഈ വമ്പിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിച്ച UDFന്റെ ഈ കാലത്ത് 1% വോട്ട് ഞങ്ങൾ കുറയും. അവർ ഈ മുന്നേറ്റം സൃഷ്ടിച്ചു എന്ന് പറയുന്നവർക്ക് 5% വോട്ടിന്റെ കുറവുണ്ടാവുകയും ചെയ്തു. ഇനി അവരുടെ യോഗത്തിൽ നിങ്ങൾ അല്ല അവർ പറയുന്ന അവരുടെ സമ്മേളനത്തിലോ അല്ല എവിടെയെങ്കിലോ അവരോട് ചെയ്യും. ആര് ഇല്ലില്ല, ഇക്കോ സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടി നടത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങളത് ഞങ്ങളുടെ അടിത്തറ ഭദ്രമായി നിലനിർത്തി മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ 18 സീറ്റുകളിൽ തോറ്റത് 18 നമുക്ക് മുളക്കാതെ വോട്ട് അവർ കിട്ടിയുണ്ട്. തോക്കേണ്ട അതല്ലേ ഞാൻ കണ്ടുപിടിക്കുന്നു പറഞ്ഞത്. ഞങ്ങൾ അതൊക്കെ പരിശോധിക്കാൻ പോവല്ലേ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിശദാംശം പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം നിങ്ങളോട് പറയേണ്ടത് നിങ്ങളോട് പറയും. ഇപ്പം മുഖത്തിന് യാതൊരു തകരാറും ഇല്ല. മുഖമെല്ലാം വളരെ മിനിക്കിയ മുഖമായിട്ട്. വളരെ കാര്യമായി നടത്തിയതാണ്. പക്ഷേ വിശ്വാസത്തിലെടുത്തത് UDFനെയാണ്. അതെന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല CPM? അല്ല, ഞങ്ങൾ ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും എല്ലാം മുഖവിലക്കെടുത്തുകൊണ്ടാണ് പ്രവർത്തിച്ചത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ട്രെൻഡാണ് ഇപ്രാവശ്യം ഉണ്ടായത് എന്നുള്ളതാണ് പൊതുചിത്രം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടിയ അപ്പുറം പറഞ്ഞതുപോലെ 19 സീറ്റ് കിട്ടി. അവർക്ക് ഇപ്രാവശ്യം 18 കിട്ടിയുള്ളൂ. ഒന്ന് കുറേ ചെയ്തത്. ശബരിമലയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മാത്രമൊന്നുമല്ല. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യ മുന്നണി അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഞങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചോദിച്ച ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമെല്ലാം ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഞങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളെ എന്തൊക്കെയാണ് സ്വാധീനിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നിങ്ങളോട് പറയാനുള്ളതോട് പറയാം. ഇവിടെ ആർക്ക് വോട്ട് ചെയ്താലും അവിടെ ഒന്നിച്ചാണ്ടാകുക എന്നുള്ളൊരു ധാരണയാണ്. അപ്പോൾ അങ്ങനെ നൽകുമ്പോൾ എങ്ങനെയാണ് വോട്ടുകാർക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ ചിന്തിച്ച് അവർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവാം. അതാണ് കാര്യം. ഒരു സംശയമില്ല, ഞങ്ങൾ തിരുത്തിയും ആവശ്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച് പോവുകയും ചെയ്യുമെന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. നല്ലതുപോലെ ഞങ്ങളിത് പരിശോധിക്കും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. ശാക്തി കേന്ദ്രമൊന്നും ഒന്നും സംഭവിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതല്ലേ പറഞ്ഞേ. പക്ഷേ CPIക്ക് കടുത്ത വിമർശനമുണ്ട്. രാജ്യസഭാ സീറ്റിൽ അടക്കം അവർക്ക് സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട്. അല്ല, അത് ചർച്ച ചെയ്തില്ല. അത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ BJP വോട്ടുകളിൽ വർധനമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത്ര വലിയ വർധനമൊന്നും ഉണ്ടായില്ല. 17% വോട്ടാണ് അവർക്ക് കിട്ടിയത്. അതൊരു വലിയ വർധനമൊന്നുമല്ല. 18% വരെ വോട്ട് അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു പല സ്ഥലത്തും. ഇപ്പൊ BJPയുടെ കാര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ കുറച്ചുകൂടെ ഗൗരവത്തോടെ കാണുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടത് പരിശോധിക്കാം. നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ നിർദ്ദേശമൊന്നും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. BJPയുടെ ചില മണ്ഡലങ്ങളിലെങ്കിലും നല്ലതുപോലെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ള കാര്യം ഉൾപ്പെടെ വെച്ച് നല്ലതുപോലെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഇവിടെ പുനഃസംഘടന ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ച് വെറുതെ വേണ്ടാത്ത സങ്കീർണത ഉണ്ടാക്കണ്ട. ആവശ്യമുള്ള കാര്യം നമുക്ക് ചെയ്യാം കേട്ടാ. ആവശ്യമുള്ള കാര്യം ചെയ്യാം. വേണ്ടാതെ ഒരു സങ്കീർണത വെക്കുന്ന ആൾ വിചാരിക്കാം എന്തോ ഭയങ്കരമായ സംഭവം വരാമൊന്നുമില്ല. വടകര വലിയ മത്സരം നടന്ന സ്ഥലമാണ്. അവിടെ ഒരു കനത്ത തോൽവിയാണ്. അവിടെ ശരിക്കും അവർ വർഗീയതയും അതുപോലെ തന്നെ അശ്ലീലവും ഉപയോഗിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി സ്വാഭാവികമായിട്ടും ഇനി നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ മതസൗഹാർദ്ദം നിലനിർത്താൻ ആവശ്യമായ ഒരു സജീവ ഇടപെടലാണ് ഇപ്പോഴവിടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്.